എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാട് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം, ആവോലി പൊള്ളിച്ചത്. നമ്മുടെ ഫോറിനേഴ്സ് എല്ലാം വന്നാൽ ഏറ്റവും കൂടി ആവശ്യപ്പെടുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. പക്ഷെ കരിമീൻ കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ആവോലി പൊള്ളിച്ചത്. അയിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഐറ്റമാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ആവോലിയാണ്. നല്ല ദശയുള്ള ആവോലിയാണ്. ഇത് നമുക്ക് വരഞ്ഞു കൊടുക്കാം. എന്നാലേ ഇതിൽ മുളകെല്ലാം പുരട്ടിയിട്ട് നല്ലോണം പിടിക്കുള്ളൂ. ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ നല്ലോണം വരഞ്ഞു കൊടുക്കാം. നമ്മുടെ ആവോലി 2 വശവും നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലാസ്റ്റ് ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടി കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ആവോലിയിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം. നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ആവോലിയില്ലേ, അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഈ ഫ്രൈ ചെയ്യാനുള്ള മസാല അതിലേക്ക് നന്നായി 2 വശവും തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ നമ്മൾ മസാല പുരട്ടി വെച്ചത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. മീൻ നല്ലോണം മൊരിയാൻ പാടില്ല. മീൻ അവിടെ കിടന്ന് പൊരിയുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പാനിൽ എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇവിടെ 1/4 കിലോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുക. ഉള്ളിയില്ലേ, നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയെടുക്കുമ്പില്ലേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കഴിക്കുമ്പില്ലേ, ഈ തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. നമ്മുടെ മസാല ആടി ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഒരു വശം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശം ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് ഷടേന്ന് അപ്പുറത്തെ മസാല തയ്യാറാക്കുന്നതിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കരിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ്. അത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ കളറെല്ലാം മാറി വരുന്നത് കണ്ട. ജസ്റ്റ് ഒന്ന് കളറ് മാറിയതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ മീനിൽ ചേർത്തുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ കശുവണ്ടിയില്ലേ, കശുവണ്ടി നല്ല പേസ്റ്റ് പോലെ അരച്ചത് ഒരു 2 ടേബിൾ സ്പൂണാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ സെറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ വാഴയില വാട്ടിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ ഒരു ചെറിയ വാഴയിലേൻ്റെ കഷ്ണം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വലിയ വാഴയിലേൻ്റെ മുകളിൽ ഒരു ചെറിയ വാഴയില ഞാൻ വെച്ചിട്ടില്ല. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മീനിൻ്റെ മസാല ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഷാളോ ഫ്രൈ ചെയ്ത് വെച്ച ആവോലിയില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുകയാണ്. ആവോലി വെച്ചതിന് ശേഷം നമ്മൾ മസാല അതിൻ്റെ മേലിൽ നല്ലോണം കവർ ചെയ്ത് തേക്കുകയാണ്. ഇനി ഇല പൊതിഞ്ഞെടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. മീൻ വാഴയിലെല്ലാം പൊതിഞ്ഞ് വാഴനാര കൊണ്ട് കെട്ടി ഇനി നമുക്ക് പൊള്ളിച്ചെടുക്കാം. ചൂടായ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പൊതിഞ്ഞ വാഴയില അതിലേക്ക് വെക്കാം. നമുക്കിനി മീൻ പൊള്ളിക്കാൻ വെച്ചതിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കത്രിക വെച്ചിട്ട് എൻ്റെ വാഴനാരെല്ലാം കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിത് മെല്ലെ തുറന്ന് നോക്കാം. എന്താ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയില്ല. നമ്മുടെ വാഴയില ഇങ്ങനെ ഓരോന്നായി തുറന്ന് നമ്മുടെ മീൻ കണ്ട ആ വാഴയിലേൻ്റെയും മീനിൻ്റെയും എല്ലാം കൂടി മണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആവോലി പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെ പറ്റിയിട്ടുള്ള കമൻ്റ് ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.